അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ടായിട്ടും ഉള്ളിൽ എപ്പോഴെങ്കിലും ഒരു ശൂന്യത അനുഭവപ്പെട്ടിട്ടില്ലേ നിങ്ങൾക്ക്? ആയിരങ്ങൾക്കിടയിൽ നിൽക്കുമ്പോഴും ഹൃദയം ഏകാന്തത അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അറിയുക, അത് വെറും ഒരു നിരാശയല്ല. അത് നിഴലുകളിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള പടച്ചവൻ്റെ ക്ഷണമാണ്. നമ്മുടെ ഉള്ളിലെ അഹന്തയെ പടിയിറക്കി ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് നടത്തുന്ന ഒരു മൗന സംഭാഷണത്തിലേക്ക് നമുക്ക് പോകാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഞാൻ 2 പാത്രങ്ങളിലായി അറിവ് സ്വീകരിച്ചു. അതിൽ ഒന്നിലെ ജ്ഞാനം ഞാൻ ലോകത്തിന് നൽകി. എന്നാൽ രണ്ടാമത്തെ പാത്രത്തിലെ ജ്ഞാനം ഞാൻ വെളിപ്പെടുത്തിയാൽ എൻ്റെ ഈ ശിരസ് മുറിക്കപ്പെടുമായിരുന്നു. എന്തായിരിക്കും വെളിപ്പെടുത്തിയാൽ ജീവൻ പോലും അപകടത്തിലാകുന്ന ആ രഹസ്യജ്ഞാനം നിങ്ങൾക്കറിയാമോ? 99% പേർക്കും മനസ്സിലാകാത്ത മഗ്ഫിറത്ത് എന്ന ആത്മീയ സത്യത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഒരിക്കൽ നിസാമുദ്ദീൻ ഔലിയയുടെ ഒരു ശിഷ്യൻ അങ്ങാടിയിലെ ചെരുപ്പ് കുത്തിയോട് പറഞ്ഞു, ഈ ചെരുപ്പ് അള്ളാഹുവിൻ്റേതാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ദൈവത്തിന് ചെരുപ്പുകളോ? ദൈവത്തിന് ചെരുപ്പുകളോ? ലോകം ആ മനുഷ്യനെ ഭ്രാന്തൻ എന്ന് വിളിച്ചു. എന്നാൽ ആ വാക്കുകൾക്ക് പിന്നിൽ മറഞ്ഞിരുന്ന ലോകം കാണാത്ത ആ വലിയ സത്യം എന്തായിരുന്നു? ഭൗതികമായ ഉടമസ്ഥാവകാശങ്ങൾ മഞ്ഞുപോലെ ഉരുക്കിത്തീരുന്ന ആത്മീയതയുടെ അഗാധമായ തലത്തെക്കുറിച്ചിട്ട് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. ഇത് നമ്മൾ കേവലം അറിവ് പങ്കുവെക്കലല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മുടെ ഉള്ളിലെ നിശബ്ദതയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യത്തെ തൊടാനുള്ള ശ്രമമാണ്. ലൗകികമായ ബഹളങ്ങൾക്കിടയിൽ ആത്മാവ് അതിൻ്റെ ഉടമയെ അഥവാ സൃഷ്ടാവിനെ തേടി നടത്തുന്ന യാത്രയെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 2 അറിവുകൾ ലഭിച്ചതായി പറഞ്ഞിട്ടുണ്ട്. 1. ലോകത്തിന് പകുത്തു നൽകിയ പൊതുവായ അറിവ്. 2. വെളിപ്പെടുത്തിയാൽ തൻ്റെ ശിരസ് മുറിക്കപ്പെടുമായിരുന്നു എന്ന അതിതീവ്രമായ രഹസ്യം ജ്ഞാനം. ഈ രണ്ടാമത്തെ ജ്ഞാനമാണ് മഗ്ഫിറത്ത്. ഇത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്താണ് മഗ്ഫിറത്ത്? മഅരിഫത്ത് എന്നത് പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചു പഠിക്കുന്ന ഒന്നല്ല. അത് ഹൃദയങ്ങളിലേക്ക് നേരിട്ട് ഒഴുകിയെത്തുന്ന വെളിച്ചമാണ്. ഓരോ വസ്തുവിലും, അത് ഒരു പുൽക്കൊടിയായാലും മണൽത്തരിയായാലും, സൃഷ്ടാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന അവസ്ഥയാണിത്. നിസാമുദ്ദീൻ ഔലിയയുടെ ശിഷ്യൻ്റെ ഒരു കഥ നമുക്ക് കേൾക്കാം. നിസാമുദ്ദീൻ ഔലിയ ഒരു ശിഷ്യനെക്കുറിച്ചിട്ട് ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ഷെയ്ഖിൻ്റെ പഴയ ചെരുപ്പ് നന്നാക്കാൻ അങ്ങാടിയിൽ കൊണ്ടുപോയ ശിഷ്യൻ അത് അള്ളാഹുവിൻ്റേതാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നു. നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കുന്നവർക്ക് അത് ഭ്രാന്തമായി തോന്നിയെങ്കിലും യാഥാർത്ഥ്യത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ സർവ്വവും അള്ളാഹുവിൻ്റേത് മാത്രമാണെന്ന വലിയ സത്യം അദ്ദേഹം വ്യക്തമാക്കുന്നു. അതാണ് ആ കഥയിൽ പറഞ്ഞിട്ടുള്ളത്. അഹന്തതയെ ഇല്ലാതാക്കൽ. മഅരിഫത്തിലേക്കുള്ള പാതയിൽ ഞാൻ എന്ന അഹന്തത ഇല്ലാതാക്കണം. ഒരു പാത്രം ശൂന്യമാകുമ്പോൾ മാത്രമേ അത് നിറക്കാൻ കഴിയുള്ളൂ എന്നതുപോലെ നമ്മിലെ അഹങ്കാരം നീങ്ങുമ്പോൾ മാത്രമേ അള്ളാഹുവിൻ്റെ പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ നിറയുകയുള്ളൂ. ഹിദർ നബി അലൈഹിസ്സലാമും ആന്തരിക ജ്ഞാനവും ഖുർആനിൽ പരാമർശിക്കുന്ന ഹിദർ നബി അലൈഹിസ്സലാമിൻ്റെയും മൂസാ നബിയുടെയും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചിട്ട് നമ്മൾ വിവരിക്കുന്നുണ്ട്. ബാഹ്യമായ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ഹിദർ നബി അലൈഹിസ്സലാം ചെയ്തത് തനിക്ക് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ലഭിച്ച ആന്തരിക ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. യഥാർത്ഥ ജ്ഞാനം ലഭിക്കാൻ വിനയം അനിവാര്യമാണ്. അറിവുണ്ടെന്ന് അഹങ്കരിക്കുന്നവർക്ക് ഈ വാതിൽ അടക്കപ്പെടും. ഓരോ ശ്വാസത്തിലും അള്ളാഹുവിനെ തിരിച്ചറിയുന്ന സകല മനുഷ്യരിലും സൃഷ്ടാവിൻ്റെ വൈഭവം ദർശിക്കുന്ന അവസ്ഥയിലേക്കുള്ള ക്ഷണമാണ് മഅരിഫത്ത്. ഇതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം വേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ അഹന്തതയെ ഒഴിവാക്കി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ജ്ഞാനം അഥവാ ഈ അറിവ് നിങ്ങൾ കേട്ട് തീരുന്നതിന് മുമ്പ്
നമ്മുടെ ഉള്ളിലെ ഞാൻ എന്ന അഹന്തതയെ എപ്പോൾ അവസാനിപ്പിക്കുന്നുവോ അവിടെയാണ് യഥാർത്ഥ മഅരിഫത്ത് ആരംഭിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിനെ എല്ലായിടത്തും ദർശിക്കാൻ കഴിയുന്ന ആ ഒരു ഉൾക്കണ്ണ് നമുക്ക് ലഭിക്കട്ടെ. നമ്മുടെ അറിവുകൾ വിനയത്താൽ അലങ്കരിക്കപ്പെട്ടെ. നമ്മുടെ ഹൃദയത്തിലെ അഹങ്കാരത്തിൻ്റെ കറുത്ത മറകൾ നീക്കി ആ പ്രകാശത്തെ സ്വീകരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വാക്കുകളേക്കാൾ മൗനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ആത്മീയയാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കാനുള്ള ഒരു തുടക്കം മാത്രമാണിത്. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ആത്മീയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അറിവുകൾ പങ്കുവെക്കുന്ന നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സോറ ടോക്സിൽ വീണ്ടും കണ്ടുമുട്ടാം. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം സോറ ടോക്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. എല്ലാവർക്കും നന്മകൾ മാത്രം നേരുന്നു. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.